Hello everyone, welcome to Ace Chemistry. ഇന്ന് നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആയിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീസോമെറിക് എഫക്റ്റ് ആണ് കേട്ടോ. ഏതാണ് മീസോമെറിക് എഫക്റ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടും പറയുന്നത് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയും. റെസൊണൻസ് എഫക്റ്റ് എന്നും ഇതിന് വേറെ പേരുണ്ട്. എന്താണ് മീസോമെറിക് എഫക്റ്റ്? Presence of certain groups induces resonance causing generation of low or high electron density through delocalization of pi അല്ലെങ്കിൽ n electrons. അതായത് പൈ ഇലക്ട്രോൺസോ ഇലക്ട്രോൺസ് പറയുമ്പോൾ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടിലോ അല്ലെങ്കിൽ ത്രിബിൾ ബോണ്ടിലോ പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ പൈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇപ്പം നമുക്ക് നൈട്രജന്റെ മുകളിൽ ഉണ്ടാവും നോൺ ബോണ്ടിങ് ഉണ്ടാവും അല്ലെങ്കിൽ ഓക്സിജന്റെ മുകളിൽ നമ്മൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാണാറുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യും? അത് ഡീലോക്കലൈസ് ചെയ്ത് പോവാം. അങ്ങനെ ഒരു മോളിക്യൂൾ എന്തുണ്ടാകും? ലോ അല്ലെങ്കിൽ ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി റീജിയൻസ് ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റിസണൻസ് വഴി ട്ടോ. ഓക്കെ, അപ്പൊ ചില ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ റെസൊണൻസ് നടക്കുന്നത്. അപ്പൊ എന്താ ഇവിടെ നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യം എന്താണ്? അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആയിരിക്കണം. അൺസാച്ചുറേറ്റഡ് സിസ്റ്റം അല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല ഈ പറഞ്ഞ മീസോമെറിക് എഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യില്ല. നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് അങ്ങനെ ആയിരുന്നു. ഇൻഡക്റ്റീവ് എഫക്റ്റ് സാച്ചുറേറ്റഡിലും ആണെങ്കിലും സിഗ്മ ബോണ്ട് വഴിയും പോകുന്നുണ്ട്, അൺസാച്ചുറേറ്റഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എന്താ രണ്ടിലും നടക്കുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് മീസോമെറിക് എഫക്റ്റ് ആകുമ്പോൾ എന്ത് മാത്രമേ നമുക്ക് നിർബന്ധമായിട്ട് കണ്ടീഷൻ ആണ് ഓപ്പറേറ്റ്സ് ഓൺലി ഇൻ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം. ഓപ്പറേറ്റ്സ് ഓൺലി ഇൻ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കണേ. സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കാവുന്ന കേട്ടോ. ഓക്കെ, ഇത് എന്ത് തന്നെയാണ്? ഒരു പെർമനന്റ് എഫക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് പോലെ തന്നെ ഇതും എന്താണ്? ഒരു പെർമനന്റ് എഫക്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് മീസോമെറിക് എഫക്റ്റ് നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. ഇനി എങ്ങനെ സംഭവിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ജസ്റ്റ് മോളിക്യൂൾ എടുക്കും. ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു മോളിക്യൂൾ CC രണ്ട് CC ഉണ്ട് ഇവിടെ. CC ഡബിൾ ബോണ്ട് ഉണ്ട് ഇവിടെ. പിന്നെ OCH3 പറഞ്ഞ മോളിക്യൂൾ നമ്മുടെ ഗ്രൂപ്പ് ഇപ്പൊ ഏതാ? ഇവിടുത്തെ ഗ്രൂപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന, അതായത് ഈ പറഞ്ഞ മീസോമെറിക് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ്, അതായത് ചില ഗ്രൂപ്പുകൾ പ്രസന്റ് ആവുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ റെസൊണൻസ് ഉണ്ടാവുന്നതും അവിടെ ഹയർ ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒക്കെ ഉണ്ടാവുന്നതും. അപ്പൊ ഗ്രൂപ്പ് ആദ്യം വേണം. അപ്പൊ ഇവിടുത്തെ ഗ്രൂപ്പ് OCH3 ഗ്രൂപ്പ് ആണ് ഉള്ളത്. അപ്പൊ ഈ OCH3 മുകളിൽ നമുക്കറിയാം ഓക്സിജന് മുകളിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? അത് ഡീലോക്കലൈസ്ഡ് പോണേ. എങ്ങനെ പോണേ? ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ. ഈ ലോൺ പെയർ ഇങ്ങോട്ട്, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? ഒരു റെസൊണൻസ് സ്ട്രക്ചർ കിട്ടും. ഇതിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന വേറൊരു സ്ട്രക്ചർ ആണ്. എങ്ങനെ എഴുതാം? ഇപ്പൊ എന്താ സംഭവിച്ചത്? ഈ ബോണ്ടൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇവിടെ എന്തൊക്കെ സംഭവിച്ചു? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പൊ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? സിംഗിൾ ബോണ്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ത് സംഭവിക്കും? ഈ കാർബണിന്റെ മുകളിൽ എവിടേക്കാണോ ഈ ഇലക്ട്രോൺ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് പറയുമ്പോൾ എന്താ? ഈ ഡബിൾ ബോണ്ട് പറയുമ്പോൾ ഇവിടുത്തെ പൈ ബോണ്ട് ആണ്. പൈ ബോണ്ടിൽ പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ പൈ ഇലക്ട്രോൺസ് ഈ കാർബൺ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ കാർബൺ ഇലക്ട്രോൺ കിട്ടുമ്പോൾ ഇതെന്തായി മാറും? ഇലക്ട്രോൺ റിച്ച് ആയിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് കൊടുക്കാം. അപ്പൊ ഇലക്ട്രോൺ അങ്ങനെയല്ലേ, ഇത് ഇലക്ട്രോൺ എവിടുന്നാണ് പോകുന്നത്? ഇപ്പൊ ഇങ്ങനെ പോവാന്നുണ്ടെങ്കിൽ ഇവിടെ O, ഇവിടെ C, ഇങ്ങനെ പോകുമ്പോ ഇലക്ട്രോൺ പോകുന്നത് ഓക്സിജൻ എന്നാ. അപ്പൊ ഓക്സിജൻ എന്ത് കിട്ടും? ഓക്സിജൻ പിന്നെ പ്ലസ് ആയിട്ട് മാറും. കാർബണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കാർബൺ നെഗറ്റീവ് ആയിട്ട് മാറും. അത് എങ്ങോട്ടാണ് വരുന്നത്? നെഗറ്റീവ് ആകും. എവിടുന്നാണോ പോകുന്ന ഇലക്ട്രോൺ അത് പോസിറ്റീവ് ആവും അല്ലെ. നമുക്ക് അറിയുന്ന ഒരു ബേസിക് കാര്യമാണ്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ. ഓക്കെ, ക്ലിയർ ആയി? അപ്പൊ ഇങ്ങനെ കാർബൺ പോലെ നെഗറ്റീവ് കിട്ടും. പിന്നെ ഇവിടെയോ? ഇവിടെ ഓൾറെഡി ഒരു ബോണ്ട് ഉണ്ട്. അതിലേക്ക് ഈ ഇലക്ട്രോൺ കൂടി വന്നില്ലേ. അപ്പൊ ഈ ഇലക്ട്രോൺ ഒന്ന് ഉണ്ടാക്കി, ഒരു ബോണ്ട് കൂടി ഉണ്ടാക്കി. ഓക്കെ, പിന്നെ ഓന്റെ മുകളിൽ നിന്ന് ഇലക്ട്രോൺ പോയി. അപ്പൊ പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ പോസിറ്റീവ്. ഓക്കെ, CH3 ഒരു പേരാ പോയിട്ടുള്ളൂ, ബാക്കി പേര ഇലക്ട്രോൺ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. OCH3 കണ്ടല്ലേ? ഇങ്ങനെയാണ് നമുക്ക് റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുക. എളുപ്പമല്ല വരയ്ക്കാൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ സയൻസ് ആണ് ഇവിടെ നോക്കേണ്ടത്. അതായത് ഈ പോസിറ്റീവ് നെഗറ്റീവ് എവിടെ വരുന്നത് എന്നുള്ളത്. ഇലക്ട്രോൺ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഷിഫ്റ്റ് എവിടെ നിന്നാണ് ചെയ്തത്? ആ ഓക്സിജന് മുകളിൽ നിന്നാണ് ഇലക്ട്രോൺ പോയത്. അപ്പോൾ ഓക്സിജന് പോസിറ്റീവ് ചാർജ് കിട്ടും. ഇനി ഇവിടേക്ക് വന്നു, ഈ ബോണ്ടിനൊപ്പം ഒരു ബോണ്ട് കൂടി വന്നു. അപ്പോൾ ഡബിൾ ബോണ്ട് ആയി. പിന്നെ ഈ ഇലക്ട്രോൺ പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ കാർബണിന് മുകളിൽ നെഗറ്റീവ് ചാർജ്, ഇവിടെ സിംഗിൾ ബോണ്ട് ബാക്കി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുക. നോൺ ബോണ്ടിങ് അങ്ങോട്ടാ പോവാ. കാരണം ഇവിടെയാണ് പിന്നെ പൈ സിസ്റ്റം ഉള്ളത്, അല്ലെങ്കിൽ പൈ ഇലക്ട്രോൺസുകൾ ഇവിടെ. അപ്പൊ നോൺ പെയർ ഇങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, ഈ സൈഡിലേക്ക് പോയിട്ട് കാര്യമുണ്ടില്ല, അവിടെ ഒന്നുമില്ല. അപ്പൊ ഇവിടേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ബിക്കോസ് ഒന്നെങ്കിൽ പൈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇത് എന്തെങ്കിലും ഡീലോക്കലൈസ് ചെയ്യുള്ളൂ. അല്ല സിഗ്മ ഇലക്ട്രോൺസ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് ഐഡിയ കിട്ടി വിചാരിക്കുന്നു ഈ റെസൊണൻസ് എഫക്റ്റിനെ പറ്റിയിട്ട്. അപ്പൊ ഇതിന് എന്തുകൊണ്ട് റെസൊണൻസ് എഫക്റ്റ് പറയുന്നത്? നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാം. കാരണം ഇങ്ങനെ നമുക്ക് രണ്ട് ഡിഫറെന്റ് രീതിയിൽ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യും. ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിരിക്കും ഒറിജിനൽ സ്ട്രക്ചർ എന്നൊക്കെ പറയാം. എനിവേ ഇതാണ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ്.
ഇനി ഇതിപ്പോ ഈ എഫക്ട് നമ്മൾ പറയുന്നത് പ്ലസ് എം എഫക്ട് എന്നാണ്. എന്താ പറയാ? പ്ലസ് എം എഫക്ട്. പ്ലസ് എം എഫക്ട് പറയാൻ കാരണം ഇവിടുത്തെ ഗ്രൂപ്പ് OCH3 ഗ്രൂപ്പ് ഇല്ലേ, ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്, പുതിയതായിട്ട് വന്ന ഗ്രൂപ്പ് ഇതാ. ഈ OCH3 ഗ്രൂപ്പ് ഒരു പ്ലസ് എം എഫക്ട് കാണിക്കുന്നതാണ്. എന്തർത്ഥം? ഇലക്ട്രോൺ, അതായത് അതിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും? സിസ്റ്റത്തിലേക്ക് കൊടുക്കുക ചെയ്യുന്നത് അല്ലെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ് ഇവിടെ. അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മീസോമെറിക് എഫക്ട്. അതായത് പ്ലസ് എം എഫക്റ്റിൽ ഇലക്ട്രോൺ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഒറിജിനൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. C ഡബിൾ ബോണ്ട് C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽക്കീൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിലേക്ക് OCH3 എന്താണ് ഇലക്ട്രോൺ കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? പ്ലസ് എം എഫക്ട് കാണിക്കും. നമുക്ക് മൈനസ് എം എഫക്ട് ഒരു എക്സാമ്പിൾ കാണാം. മൈനസ് എം എഫക്ട് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്നാണ്. വിഡ്രോ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ഇൻഡക്റ്റീവിലും ഈ വിഡ്രോയിങ് ഡൊണേറ്റിംഗ് പഠിച്ചു. ഇത് പ്ലസ് എം മൈനസ് എം മീസോമെറിക്കിലാണ് നമ്മൾ സെയിം സാധനം പറയുന്നത്. അവിടെ പക്ഷെ അങ്ങനെ എന്തായിരുന്നില്ല, അവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം ബോണ്ട് പോളാറായിട്ട് അങ്ങനെയുള്ള ഇതായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ലോൺ പെയർ ഇലക്ട്രോൺസ് പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ ഡീലോക്കലൈസ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് ഒന്ന് ഓർത്തേക്കണം. അപ്പൊ നമുക്ക് ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ഇപ്പോ ഒരു ഗ്രൂപ്പ് എടുക്കാന്നുണ്ടെങ്കിൽ C ഡബിൾ ബോണ്ട് C സെയിം തന്നെ, നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ എളുപ്പത്തിനാണ്. ഇവിടെ എന്താണ് ഒരു ഗ്രൂപ്പ് നമ്മൾ എടുക്കുന്നത്? CHO ഗ്രൂപ്പ്, അതായത് നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO കേട്ടോ, CHO അല്ലെ, ഇത് CHO ഗ്രൂപ്പ് ആണ്. CHO ഗ്രൂപ്പ് മൈനസ് എം എഫക്റ്റ് കാണിക്കുന്നത്. ഇവിടെ എങ്ങനെ സംഭവിക്കും ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ? ഇതെന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ അതിലേക്ക് അട്രാക്ട് ചെയ്യും. അതായത് ഈ കാർബൺ ഓക്സിജൻ ബോണ്ട് അല്ലെ, ഈ ഓക്സിജൻ ബോണ്ട് അത് ഈ കാർബണിന് ഈ ഒരു പൈ ഇലക്ട്രോൺസ് ഇല്ല ഇവിടെ, ഇത് ഈ പൈ ബോണ്ട്, പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടുന്ന് ഈ പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ ഇതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള കനോണിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ റിസണൻസ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? C, പിന്നെ ഇവിടെ ഈ ബോണ്ട് പോവും ചെയ്തു. കാർബൺ എന്ത് കിട്ടി? കാർബൺ എന്ത് കിട്ടും? കാർബൺ പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലെ, കാരണം ഈ കാർബൺ എന്നാണ് പോകുന്നത് അങ്ങോട്ട്. അപ്പൊ ഈ ഡബിൾ ബോണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടി. പിന്നെ ഇവിടെ എന്ത് ചെയ്യും? ഡബിൾ ബോണ്ട് വരും അല്ലെ, കാരണം ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ, പിന്നെ നമ്മുടെ C ഇവിടെ ഉണ്ട്. ഈ C എന്ത് സംഭവിച്ചു? ഈ ഒരു ബോണ്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലെ, ഈ ബോണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഓക്സിജൻ മുകളിൽ എന്ത് കിട്ടി? നെഗറ്റീവ് ചാർജ് കിട്ടി അല്ലെ, ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് റിസണൻസ് സ്ട്രക്ചർ ഇങ്ങനെ എഴുതാം. ഓക്കെ, HO മൈനസ്. അപ്പൊ ഇവിടെ നമ്മുടെ CHO എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്താ കാണിക്കുന്നത്? മൈനസ് എം എഫക്റ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് തന്നെ മൈനസ് എം എഫക്റ്റ് പറയും. പിന്നെ അതിലേക്ക് ഇലക്ട്രോൺ അത് ഈ പൈ ഇലക്ട്രോൺസിനെ ഈ അതിലേക്ക് CHO അതിലേക്ക് വലിച്ചുകൊണ്ട് പോകണം. അതുകൊണ്ടാണ് മൈനസ് എം എഫക്റ്റ് കാണിക്കുന്നത്. ബേസിക് അടി കിട്ടിയല്ലോ. ഇങ്ങനെയാണ് നമ്മള് മീസോമെറിക് എഫക്റ്റ് പറയുന്നത്. നമുക്ക് കുറച്ച് രണ്ട് ടൈപ്പുകൾ പറഞ്ഞു തരാം. പ്ലസ് എം എന്താണ് മനസ്സിലായി, മൈനസ് എമ്മും എന്താണ് മനസ്സിലായി. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾസ് കുറച്ച് എഴുതാം. നമുക്ക് പ്ലസ് എം എഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാ, മൈനസ് എം എഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാ നമുക്കൊന്ന് എഴുതാം. ആദ്യം മൈനസ് എം എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന്. ഒന്ന് CO ഗ്രൂപ്പ്, പിന്നെ NO2 ഒക്കെ നല്ലോണം മൈനസ് എം കാണിക്കും. പിന്നെ സയനൈഡ് ഗ്രൂപ്പ്, ഇത് നോക്കി വെക്കണം കേട്ടോ, നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് മൈനസ് എം ഏതൊക്കെയാണ് പ്ലസ് എം അറിഞ്ഞിരിക്കണം. COH ഗ്രൂപ്പ്, പിന്നെ SO3H ഗ്രൂപ്പ്, അതുപോലെ -COR ഗ്രൂപ്പ്, ഓക്കെ, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ ഈ പറഞ്ഞ ഒരു ഇതേപോലെ ഈഥിൻ പോലത്തെ ഒരു മോളിക്യൂൾ, ഇപ്പം എടുത്ത പോലെ മൾട്ടിപ്പിൾ ബോണ്ടുള്ള മോളിക്യൂളിന്റെ അടുത്ത് ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ അതിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺ അതിലേക്ക് എന്ത് ചെയ്യാതെ വിഡ്രോ ചെയ്യണം. പൈ ഇലക്ട്രോൺസ്, ഈ ഒരു പൈ ഇലക്ട്രോൺസ് ഈ ഗ്രൂപ്പുകൾ അതിലേക്ക് വിഡ്രോ ചെയ്യും. അങ്ങനെ അവിടെ റിസണൻസ് ഉണ്ടാകും. അപ്പൊ അതാണ് ബേസിക്കലി മൈനസ് എം എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് അവരിലേക്ക് അല്ലെ, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് നടക്കാണ് ടുവേർഡ്സ് ദംസെൽസ് എന്ന് പറയാം. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഴുതണ്ടല്ലോ, മനസ്സിലായി? ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ടുവേർഡ്സ് ദംസെൽസ്, അവരിലേക്ക് അവർ ഇലക്ട്രോൺ, ഈ പൈ ഇലക്ട്രോൺസ് അവർ ഡിസ്പ്ലേസ് ചെയ്ത് ജസ്റ്റ് അട്രാക്ട് ചെയ്ത് കൊണ്ടുപോവാണ്. അത് മതി. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസിന്റെ ആക്ച്വൽ മൂവ്മെന്റ് നടക്കുക അല്ലെ, ഇലക്ട്രോൺ തന്നെ മൂവ് ചെയ്ത് പോവാണ്. ഓക്കെ, അതൊന്ന് ഓർത്തേക്കണം. ഇനി അടുത്തത് ഇനി നമുക്ക് ഡീആക്ടിവേറ്റിംഗ് സബ്സ്റ്റുവന്റ് എന്താന്ന് അറിയണം. ഡീആക്ടിവേറ്റിംഗ് സബ്സ്റ്റുവന്റ് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാവുന്ന കാര്യമാണ്. ഡീആക്ടിവേറ്റിംഗ് സബ്സ്റ്റുവൻസ്. എന്ത് ഡീആക്ടിവേറ്റിംഗ് സബ്സ്റ്റുവൻസ്? നമ്മൾ പറയുന്നത് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിലാണ്. അതായത് ഒരു ബെൻസീൻ റിംഗ്, നമുക്ക് ബെൻസീൻ ഉണ്ടല്ലോ, ഈ ബെൻസീൻ റിംഗിൽ എന്ത് നടക്കും? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുന്ന കോമ്പൗണ്ട് ആണ് നമ്മൾ ബെൻസീൻ എന്ന് പറയുന്നത്. അതിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോഫൈൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അത് നമുക്കറിയാം. അപ്പോ ഇവിടെ ഏതെങ്കിലും സബ്സ്റ്റുവന്റ് വരുമ്പോ ഈ ബെൻസീൻ റിംഗിന് മുകളിലുള്ള സബ്സ്റ്റുവന്റ്, ഇപ്പൊ എന്തെങ്കിലും സബ്സ്റ്റുവന്റ്, ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഇപ്പൊ എക്സ്റ്റേണൽ സബ്സ്റ്റുവന്റ്, അപ്പൊ ഈ സബ്സ്റ്റുവന്റ് അനുസരിച്ച് ഈ ബെൻസീൻ റിംഗിന്റെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇത് റിയാക്റ്റീവ് ആണോ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കുറവാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടും.
എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ബെൻസീൻ റിംഗ് ഇതാണ്. ഇതിൽ വന്നിട്ട് ഏതെങ്കിലും ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യും. അതായത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഏതെങ്കിലും ഇലക്ട്രോഫൈൽ ഓർത്തോലോ അല്ലെങ്കിൽ പാരോലോ ഏതെങ്കിലും പൊസിഷനിൽ വന്നിട്ട് ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യുന്ന ഒരു മോളിക്യൂൾ ആണ് ബെൻസീൻ എന്ന് പറയുന്നത്. ഇലക്ട്രോഫിൽ ഇതിലേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന റിയാക്ഷൻസ്. അപ്പൊ ഇത് ബെൻസീൻ ആണ്. ഇനി നമ്മൾ ബെൻസീന് പകരം നമുക്ക് ഇവിടെ ബെൻസീൻ, അതിന്റെ കൂടെ നമ്മൾ ഇവിടെ ഒരു OH കൊടുക്കുകയാണ്. ഇപ്പൊ എന്തായി മാറി? ഫിനോൾ ആയിട്ട് മാറി. അല്ലെങ്കിൽ ഇപ്പോ വേറെ മോളിക്യൂള് വേറൊരു മോളിക്യൂൾ അറ്റാച്ച് ചെയ്ത്, അതായത് NO2 ഇപ്പൊ എന്തായി മാറി? നൈട്രോ ബെൻസീനായി. പിന്നെ ഇപ്പൊ നമ്മള് ഇവിടെ ഒരു ഹാലജൻ കൊടുക്കണം, എന്തായിട്ട് മാറി? ക്ലോറോ ബെൻസീനായി. അപ്പൊ ഇങ്ങനെ ബെൻസീന് മുകളിൽ നമ്മൾ ഒരു ഗ്രൂപ്പുകൾ സബ്സ്റ്റൻസ് എന്താണ്? പ്രസന്റ് ആണ്. ഓക്കെ, ഈ സബ്സ്റ്റൻസ് പ്രസന്റ് ആകുമ്പോൾ ഈ ബെൻസീന്റെ റിയാക്ടിവിറ്റി, അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള ബെൻസിന്റെ റിയാക്ടിവിറ്റി എന്താവും? അത് ചേഞ്ച് ആവും. അത് എങ്ങനെ ചേഞ്ച് ആവുന്ന വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഈ മൈനസ് എഫക്റ്റും മനസ്സിലല്ല, നമ്മൾ മൈനസ് എം എഫക്റ്റും പ്ലസ് എം എഫക്റ്റും വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ നോക്കാം? ഇപ്പോ ഇതൊക്കെ മായ്ക്കാണ്. ഇത് മനസ്സിലായല്ലോ, എന്താണ് സംഭവം മനസ്സിലായില്ലേ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂൻസ് ഉള്ളത് എങ്ങനെയാണ് ബെൻസിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ അഫക്ട് ചെയ്യാന്നുള്ളത്, അതിന്റെ റിയാക്ടിവിറ്റി എങ്ങനെയാണ് അഫക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് ആദ്യം നമ്മൾ മൈനസ് എം ഗ്രൂപ്പുകൾ, അതായത് മൈനസ് എം കാണിക്കുന്ന അല്ലെങ്കിൽ -R എന്നും പറയാം അല്ലെ. -R കാണിക്കുന്ന ഗ്രൂപ്പുകളാണ് ബെൻസിന് മുകളിൽ വരെ വെച്ചോളൂ. ഉദാഹരണം നമുക്ക് ഏതെടുക്കാം? NO2 എടുക്കാം. നൈട്രോബെൻസിൻ അല്ലെ. നൈട്രോബെൻസിൻ നമുക്കറിയാം -M കാണിക്കുന്നത്, അതിലേക്ക് എന്ത് ചെയ്യും? അത് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഇത് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ബെൻസിന്റെ റിങ്ങിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ നൈട്രോ ഗ്രൂപ്പ് അതിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുപോകും. ഈ ബെൻസിൻ റിങ്ങിലുള്ള ഇലക്ട്രോൺസ് നൈട്രോ ഗ്രൂപ്പ് എന്ത് ചെയ്യും? അതിലേക്ക് അട്രാക്ട് ചെയ്യും. ബിക്കോസ് NO2 എന്താണ്? -M ഗ്രൂപ്പാണ്. അപ്പൊ അതിൽ അട്രാക്ട് ചെയ്യുമ്പോൾ ബെൻസിൻ ഈ റിങ്ങിലുള്ള ഇലക്ട്രോൺസ് എന്താവും? അത് ഡെഫിഷ്യന്റ് ആവും അല്ലെ. അല്ലെ, കാരണം ഈ റിങ്ങിലുള്ള ഇലക്ട്രോൺസ് NO2 അതിലേക്ക് വിഡ്രോ ചെയ്യാണ്. സോ ഈ റിങ്ങിലുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ മൊത്തത്തിൽ ബെൻസിൻ എന്തായിട്ട് മാറും? ബെൻസിൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ട് മാറും. അപ്പൊ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ ഇലക്ട്രോഫൈൽ അല്ല വന്നിട്ട് ഇത് അറ്റാക്ക് ചെയ്യേണ്ടത് അല്ലെ. ഇലക്ട്രോഫൈൽ ആണ് ബെൻസിലേക്ക് വരേണ്ടത്. അപ്പൊ ബെൻസിൻ ഇലക്ട്രോൺ റിച്ച്നെസ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആകുമ്പോൾ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു, അതിന്റെ ഇതും കുറയും. നമുക്ക് എന്ത് പറയാം? ബെൻസിൻ ലെസ് റിയാക്റ്റീവ് മാറും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ബെൻസിൻ എന്തായിട്ട് മാറും? ലെസ് റിയാക്റ്റീവ് ആയിട്ട് മാറും. ക്ലിയർ ആയില്ല? അപ്പൊ ഇങ്ങനെയാണ് -M ഗ്രൂപ്പുകൾ വരാന്നുണ്ടെങ്കിൽ, ഇപ്പൊ NO2 ആണെങ്കിലും CN ആണെങ്കിലും അല്ലെങ്കിൽ ഇതിപ്പോ നമ്മൾ കുറച്ച് ഗ്രൂപ്പുകൾ പറഞ്ഞു. അപ്പൊ ഈ ഗ്രൂപ്പുകൾ ഏത് വന്നാലും ബെൻസിൻ എന്തായിട്ട് മാറും? അല്ലെങ്കിൽ റിംഗ് എന്തായിട്ട് മാറും? ലെസ് റിയാക്റ്റീവ് ടു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ക്ലിയർ ആയി? റീസൺ ക്ലിയർ ആയല്ലോ? ഇവിടെ NO2 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്. സ്ട്രോങ് ഡീആക്ടിവേഷൻ നല്ലോണം എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രോൺ അതിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് സ്ട്രോങ് ഡീആക്ടിവേറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ -M എഫക്ട് പറഞ്ഞു. നമുക്ക് പറയാനുള്ളത് +M എഫക്ട് ആണ്. +M എഫക്ട് കാണിക്കുന്ന ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് OH ആണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, പിന്നെ OR, നമ്മൾ OCH3 പറഞ്ഞില്ല, അപ്പൊ OR ഉണ്ട്. പിന്നെ അമൈൻ NH2 ഉണ്ട്. പിന്നെ NR2, അതായത് H ന് പകരം R സബ്സ്റ്റിറ്റ്യൂൻസ് ആൽക്കലി ഗ്രൂപ്പുകൾ വരാം. പിന്നെ Cl, ഹാലജൻസ് അല്ലെ. ഹാലജൻസ് Cl പോലുള്ള ഹാലജൻസ്, ഇതൊക്കെ എന്താ? ക്ലോറിൻ. അതൊക്കെ എന്താണ്? എങ്ങനെയാണ് +M എഫക്ട് കാണിക്കുന്നത്? +M എഫക്ട് എന്താണ്? അവര് ഈ ഒരു ബെൻസീനിലേക്ക് +M എഫക്ട് പറയുമ്പോൾ ബെൻസീനിൽ എങ്ങനെയാണ്? ബെൻസിൻ റിംഗ് ഇതാണ്. സപ്പോസ് ഇവിടെ ഒരു NH2 വരാണ്. എന്ത് ചെയ്യുന്നു? ഈ NH2 എന്താ ചെയ്യുക? നൈട്രജന് മുകളിൽ ലോൺ പെയർ ഉണ്ട് അല്ലെ. അത് ഈ റിംഗിലേക്ക് എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യുന്നു. അതായത് റിംഗിലേക്ക്, ഈ ബെൻസിൻ റിംഗിലേക്ക് ഇലക്ട്രോൺസ് അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എന്തിലേക്കാണ് പോകുന്നത്? ടുവേർഡ്സ് ബെൻസിൻ അല്ലെ. അത് ബെൻസിനിലേക്ക് ഇലക്ട്രോൺസ് കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ് ഈ +M എഫക്ട് കാണിക്കുന്നത്. അപ്പോൾ അത് കാരണം ഈ റിംഗ് എന്താവും? റിംഗ് ഒന്നുകൂടി ഇലക്ട്രോൺ റിച്ച് ആവും. ഇലക്ട്രോൺ റിച്ച് ആവും. ഓക്കെ, ഇലക്ട്രോൺ റിച്ച് ആകുമ്പോൾ ഇലക്ട്രോഫൈലിൽ വരുന്നത് അല്ലെ. ഇലക്ട്രോഫൈൽ ഒന്നുകൂടി എന്ത് ചെയ്യും? ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ആ ഒരു റിയാക്ഷൻ ഒന്നുകൂടി റിയാക്റ്റീവ് ആവും, അല്ലെങ്കിൽ ഒന്നുകൂടി കാര്യമായിട്ട് നടക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഗ്രൂപ്പുകൾ എന്ത് ഗ്രൂപ്പുകളാ? റിയാക്റ്റീവ് ആക്കുന്ന അല്ലെ. അതായത് റിയാക്റ്റീവ് അല്ല, ആക്ടിവേറ്റിംഗ് ഇല്ല കേട്ടോ. ഈ ഗ്രൂപ്പിൽ നമുക്ക് എന്ത് പറയും? +M എഫക്ട് കാണിക്കുന്ന ഗ്രൂപ്പ് നമ്മൾ പറയുന്നത് ആക്ടിവേറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂൻസ്. ക്ലിയർ ആയി? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇത് ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ബെൻസീനിലേക്കാണ് നടക്കുന്നത്. അപ്പൊ ഈ രണ്ട് ക്ലിയർ ആയല്ലോ? അപ്പൊ ഏത് ഗ്രൂപ്പാണ് ബെൻസീനെ ഡീആക്ടിവേറ്റ് ആക്കുന്നത്? -M ഗ്രൂപ്പുകൾ. ഏത് ഗ്രൂപ്പാണ് ഏത് മോളിക്യൂൾസ് ആണ് ബെൻസീനെ ആക്ടിവേറ്റ് ആക്കുന്നത്? +M ഗ്രൂപ്പുകൾ. ഇതൊക്കെ എന്തിലേക്ക് ആക്കുന്നത്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ബെൻസീനിലേക്കുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂട്ടറി റിയാക്ഷൻസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ +M എഫക്ട് ഒന്നുകൂടി വേണമെങ്കിൽ നോക്കാം. ജസ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആവാൻ ഒരു +M എഫക്ട് നമുക്ക്
എടുക്കാം. ഏതെന്നറിയോ, നമ്മുടെ വിനൈൽ ക്ലോറൈഡ് CH2CH, ക്ലോറിന്റെ പ്ലസം എഫക്റ്റ് ആട്ടോ. ക്ലോറിൻ ബെൻസിൻ ഒന്നല്ല, അലിഫാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് വിനൈൽ ക്ലോറൈഡ്. ഇത് ഏതാ? വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ്. അപ്പൊ ക്ലോറിൻ എങ്ങനെയാണ് പ്ലസം? ക്ലോറിൻ നമ്മൾ പറഞ്ഞു പ്ലസം കാണിക്കുന്നത്. ക്ലോറിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? ഈ ഇലക്ട്രോൺസ് എങ്ങനെയാണ് പോകുന്നത്? ഇതാ ഇങ്ങനെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ പൈ ബോണ്ടും ഉണ്ട്, അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇങ്ങോട്ട് പോയി. അല്ലെങ്കിൽ നമുക്ക് ഇത് എന്ത് വരയ്ക്കാം? യെസ്, റെസൊണൻസ് വരയ്ക്കാം. ഇവിടെ CH2 ഇലക്ട്രോൺ കിട്ടി. അപ്പൊ ഇലക്ട്രോൺ കിട്ടിയപ്പോൾ നെഗറ്റീവ് ചാർജ് ആയി. ഇവിടെ ഒരു ബോണ്ട് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഇവിടെ ബാക്കി സിംഗിൾ ബോണ്ടേ ഉള്ളൂ. പിന്നെ CH എന്താ സംഭവിക്കാം? CH കഴിഞ്ഞിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് വന്നു അല്ലെ? ഈ ഇലക്ട്രോൺ അല്ലെ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബോണ്ട് ഫോം ചെയ്തു, ഡബിൾ ബോണ്ട് ആയി. പിന്നെ ക്ലോറിൻ എന്തായിട്ട് മാറി? ക്ലോറിന് ഇലക്ട്രോൺ കൊടുത്തപ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് മാറും. എങ്ങനെയാവും പോസിറ്റീവ്? അപ്പൊ ഈ 2 ഇലക്ട്രോണെ കൊടുക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ബാക്കി 4 ഇലക്ട്രോൺ അവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനെയാണ് വരാം. ക്ലിയർ ആയി? ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുക? റെസൊണൻസ് വരയ്ക്കുക. റെസൊണൻസ് വരയ്ക്കാൻ ഐഡിയ ഉണ്ടാവണം കേട്ടോ. നമുക്ക് ഈ ഇലക്ട്രോൺ ഇങ്ങനെ ഷിഫ്റ്റ് ഒക്കെ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അറിയാത്ത ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈ ഒരു ഷിഫ്റ്റ് ഒക്കെ ചെയ്യാം. ഇങ്ങനെ ഒരു ഡിലോക്കലൈസേഷൻ ഒക്കെ എങ്ങനെ ചെയ്യാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയി? നമുക്ക് ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are few meta directing substance, which among them is the most deactivating? ഇക്കൂട്ടത്തിൽ ഏറ്റവും deactivating ആയിട്ടുള്ള meta directing substance ഏതാന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും deactivating ഏതാ? NO2 ഗ്രൂപ്പ് ആണ് കേട്ടോ. NO2 എന്ന് ഓർത്ത് വെക്കണം. ഏറ്റവും deactivating NO2 ആണ്. ഇതില് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ഒന്ന് എഴുതി നോക്കാം. ഓർഡർ അല്ല, നമുക്ക് സ്ട്രോങ് വീക്ക് ഏതൊക്കെയാണെന്ന് എഴുതി നോക്കാം. ഈ NO2ഉം അതുപോലെ CF3യും 3 ഫ്ലൂറിൻ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു CF3 കോമ്പൗണ്ടും NO2, ഇത് രണ്ടും എന്താ? ഇത് സ്ട്രോങ്ലി ഡീആക്ടിവേറ്റിംഗ് ആണ്. സ്ട്രോങ്ലി ഡീആക്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നല്ലോണം അതിലേക്ക് അട്രാക്ട് ചെയ്യും. അതായത് -M ഗ്രൂപ്പ് ആണ്. -M ഗ്രൂപ്പിന് എല്ലാം -M തന്നെയാണ്, പക്ഷെ ഏറ്റവും സ്ട്രോങ് ആയി ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ഏതാണ്? ഈ പറഞ്ഞ NO2ഉം CF3 ആണ്. പിന്നെ COOHും അതുപോലെ CN അതുപോലെ SO3H അല്ലെ? നമ്മൾ ഓപ്ഷൻസിലുള്ള ഈ 3 എണ്ണം അല്ലേ? ഇത് 3 എണ്ണം. ഇത് 3 എണ്ണം എന്താ? ഇത് 3ഉം moderately deactivating ആണ്. moderately deactivating. ഓക്കെ, രണ്ടും ഓർത്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ളത് NO2ഉം CF3യും, മോഡറേറ്റ്ലി ആയിട്ടുള്ളത് ബാക്കി COHും CNഉം SO3Hഉം. അപ്പൊ നമുക്ക് സ്ട്രോങ് ചോദിക്കുമ്പോൾ ഏതാണ്? സ്ട്രോങ് ചോദിക്കുമ്പോൾ NO2 ആണ് ആൻസർ വരാം. ഇനി വേറെ ചോദ്യം. മെറ്റാ ഡയറക്റ്റിംഗ് ആൻഡ് ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഇൻ അരോമാറ്റിക് ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ അമോങ് ദ ഫോളോയിങ്. അത് ഇങ്ങനെ റിപ്പീറ്റ് സെയിം ക്വസ്റ്റൻ തന്നെയാണ്. മെറ്റാ ഡയറക്റ്റിംഗും ആ ഒരു കാര്യം നമ്മൾ പറയാൻ മറന്നു. അതായത് ജസ്റ്റ് മെൻഷൻ ചെയ്യട്ടെ, നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നല്ല, എന്നാലും കൂടി എന്താണ് ഇവിടെ തന്നെ മെറ്റാ ഡയറക്റ്റിംഗ് സബ്സ്റ്റുവൻസ് ആണ് ഡിയാക്ടിവേറ്റിംഗ്. മെറ്റാ ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം പറയാനുള്ളത്, ഈ ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളില്ലേ, നമ്മുടെ ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകളൊക്കെ എന്താണ്? അതായത് -M കാണിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ഇവരൊക്കെ മെറ്റാ ഡയറക്ടേഴ്സ് ആണ്. മെറ്റാ ഡയറക്ടേഴ്സ് ആണ്. ഇനി ഈ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ എങ്ങനെ പറയാം, +M കാണിക്കുന്നതൊക്കെ എന്താണ്? +M കാണിക്കുന്നത് ഓർത്തോ പാരോ ഡയറക്ടേഴ്സ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ +M ഗ്രൂപ്പിനും -M ഗ്രൂപ്പിനും ഈ ബെൻസീന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുണ്ട്? ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അത് ആക്ടിവേറ്റിംഗ് ആണോ ഡിയാക്ടിവേറ്റിംഗ് ആണോ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ ഈ ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ ഈ വരുന്ന ഇലക്ട്രോഫൈലിനെ മെറ്റാ പൊസിഷനിലേക്ക് ഡയറക്ട് ചെയ്യും. അതുപോലെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ +M കാണിക്കുന്ന ഗ്രൂപ്പുകൾ വരുന്ന ഇലക്ട്രോഫൈലിനെ ഓർത്തോ പാര പൊസിഷനിലേക്ക് ഡയറക്ട് ചെയ്യും. അത് എന്തുകൊണ്ടാ വെച്ചാൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആദ്യം പറയാം കേട്ടോ. ഇപ്പൊ നമുക്കിവിടെ എന്തുണ്ട്? ഫിനോൾ ഉണ്ട്. ഫിനോളിൽ ഏതാണ് ഗ്രൂപ്പ്? OH ഗ്രൂപ്പ് ആണ് സബ്സ്റ്റിറ്റ്യൂന്റ് നിൽക്കുന്നത്. OH എന്താ കാണിക്കുന്നത്? OH +M കാണിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഇത് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ് നമുക്കറിയാം. ഇനി ഏതെങ്കിലും ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? HNO3 വെച്ചോളൂ. HNO3യും H2SO4 ആണ് റിയേജൻസ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ഈ ഫിനോളിൽ എന്ത് ചെയ്യാണ്? നൈട്രേഷൻ ചെയ്യാണ്. NO2 ഗ്രൂപ്പ് ഇതിലേക്ക് ആഡ് ആവും അല്ലെ? അതായത് നൈട്രേഷൻ ഉണ്ടാവും. അപ്പൊ എന്ത് വരും? ഈ ഫിനോള് ഇവിടെ OH ഉണ്ട്, OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എന്താ ആഡ് ചെയ്യേണ്ട ഗ്രൂപ്പ് ഏതാ? NO2 ആണ്. HNO3 H2SO4 ഉണ്ടാകുമ്പോൾ ഏത് ആഡ് ചെയ്യാം? NO2 ആണ് ആഡ് ചെയ്യാം. അപ്പൊ NO2 ആഡ് ചെയ്യുമ്പോൾ HNO3 ട്ടോ, ക്ലിയർ ആയല്ലോ. H2SO4 HNO3 നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. NO2 നമുക്ക് ആഡ് ചെയ്യണം. ഇനി NO2 എവിടെയാണ് ആഡ് ആവുക? അതാണ് ഈ ക്വസ്റ്റ്യൻ. NO2 എവിടെ ആഡ് ആവുന്ന വെച്ചാൽ, ഇവിടെ ഫിനോള് OH ഗ്രൂപ്പ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഈ OH ഓൾവേസ് എന്ത് ചെയ്യുന്നു? ഈ വരുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് അല്ലെങ്കിൽ ഈ വരുന്ന ഇലക്ട്രോഫൈലിനെ ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്ക് ആയിരിക്കും എന്ത് ഡയറക്ട് ചെയ്യാം. ഓക്കെ, മിക്കവാറും പ്രൊഡക്റ്റ് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും.
ഇവിടെ NO2 ഇങ്ങനെ പ്രൊഡക്റ്റ് കിട്ടുക. ചിലപ്പോൾ എന്ത് ചെയ്യും പാരി ഫോം ചെയ്യും. ഡിപ്പെൻസ് ഓൺ റിയാക്ഷൻ കണ്ടീഷൻ ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പാരായിട്ട് ഇങ്ങനെ കിട്ടാം. ഇതിന്റെ പെർസെന്റേജ് ഒക്കെ അതൊക്കെ മാറി ഒക്കെ ഇരിക്കും. ബേസിക്കലി ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടാം പ്രൊഡക്റ്റ് കിട്ടുക. ഇത് എന്താണ് ഓർത്തോ നൈട്രോഫിനോൾ അല്ലെ. ഇത് ഓർത്തോ നൈട്രോഫിനോൾ ആണ് ഈ പ്രൊഡക്റ്റ്. ഇതോ പാരാ നൈട്രോഫിനോൾ ആണ്. ഓക്കെ, ഇവിടെ OH ഗ്രൂപ്പ് ഉള്ളത് കാരണം അതൊരു പ്ലസം എഫക്റ്റ് കാണിക്കുന്നു. അത് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അതിന് പുറമെ എന്തും കൂടിയാണത്, അതൊരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണ്. അതിനർത്ഥം എന്താ, നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഈ റിങ്ങിലേക്ക് നമ്മൾ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ആ വരുന്ന ഇലക്ട്രോഫൈൽ ഇവിടെ NO2 അല്ലേ. അപ്പൊ വരുന്ന ഇലക്ട്രോഫൈലിന് അത് എങ്ങോട്ടാണ്, NO2 അല്ല ഏത് ഇലക്ട്രോഫൈൽ ആണെങ്കിലും അത് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുക, ആ ഇലക്ട്രോഫൈൽ ഇതിന്റെ റിങ്ങിന്റെ ഓർത്തോ പൊസിഷനിലേക്കോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്കോ ആയിരിക്കും അറ്റാച്ച് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് പറയാം, ഈ പ്ലസം കാണിക്കുന്ന ഗ്രൂപ്പുകൾ അതൊക്കെ എന്താണ് ഓർത്തോ പാര ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ OH എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ് അല്ലെ. ആക്ടിവേറ്റിംഗ് ആണ്, സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് ഓർത്തോ പാരയിലേക്ക് അത് ഡയറക്റ്റ് ചെയ്യും, ഇലക്ട്രോഫൈലിനെ ഡയറക്റ്റ് ചെയ്യും. ക്ലിയർ ആയി. അപ്പൊ ഇതിന്റെ റീസൺ ഇനി പറയാൻ പോകുന്നത് ഇതാണിപ്പോ, ഇതില്ല NO2 ആണ്, OH അല്ലെ. ഈ OH ന്റെ റിസണൻസ് സ്ട്രക്ചേഴ്സ് ആണ് ഈ കാണിക്കുന്നത്. കണ്ടോ, OH മീൻസ് ഫിനോളിന്റെ, അതായത് OH ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫിനോളിന്റെ റിസണൻസ് സ്ട്രക്ചേഴ്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ റിസണൻസ് സ്ട്രക്ചർ ഉണ്ട് ഇങ്ങനെയാണ്. ഈ Oയിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് പോവാ. ഈ ഓയിൽ എന്തുണ്ട്, ഓന്റെ മുകളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ റിംഗിലേക്ക് ആ പൈ റിംഗ് ഉണ്ട് അല്ലെ, പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കോൺജുഗേറ്റ് നമുക്ക് രണ്ടാമത്തെ കിട്ടും, സ്ട്രക്ചർ കിട്ടി, അങ്ങനെ മൂന്നാമത്തെ കിട്ടി, അങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എവിടെയാണ് ഇലക്ട്രോൺ റിച്ച്നെസ് വരുന്നത്. ഈ ഇലക്ട്രോൺ റിച്ച് ആവുന്നത് കണ്ടോ, ഇനി നമ്മൾ നെഗറ്റീവ് ചാർജ് ഇവിടെ വരുന്നു നോക്കിയേ, ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു, അടുത്ത നെഗറ്റീവ് ചാർജ് ഇവിടെ, അടുത്ത നെഗറ്റീവ് ചാർജ് ഇവിടെ. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് അർത്ഥം എന്താ, ആ കാർബൺ ഇലക്ട്രോൺ റിച്ച് ആണ് അല്ലെ. അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള കാർബൺ ഏതൊക്കെയാ, ഒന്ന് ഓർത്തോയിലുള്ള കാർബൺ, പിന്നെ ഇവിടെ പാരയിലുള്ള കാർബൺ, പിന്നെ എന്താണ് പാരയിലുള്ള കാർബൺ, പിന്നെ ഓർത്തോയിലുള്ള കാർബൺ. അതായത് ഓർത്തോ അതുപോലെ പാരാ കാർബൺസ് ആണ് എന്താവുന്നത്, ഓർത്തോ പാരാ പൊസിഷൻസ് ആണ് ഇവിടെ എന്താവുന്നത് ഇലക്ട്രോൺ റിച്ച് ആവുന്നത്. എന്താവുന്നത് ഇലക്ട്രോൺ റിച്ച്, കാരണം അതിന് മുകളിൽ ഒരു എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് കിട്ടുകയാണ്. അപ്പൊ വരുന്ന ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യും, വരുന്ന ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ അല്ലെ റിച്ച് അന്വേഷിച്ച് വരാണല്ലോ. അപ്പൊ അതുകൊണ്ട് വരുന്ന ഇലക്ട്രോഫൈൽ എവിടെ ആയിരിക്കും അറ്റാച്ച് ചെയ്യുക, ഈ ഓർത്തോ പാരാ പൊസിഷനിൽ. അത് നമ്മൾ റെസൊണൻസ് സ്ട്രക്ചർ എഴുതി നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നമുക്ക് എഴുതി എക്സാം ഹാളിൽ എഴുതാൻ ആവശ്യമില്ല, പക്ഷെ എഴുതാൻ എല്ലാവരും റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നെഗറ്റീവ് ചാർജ് വരുന്ന ഇവിടെ ഓർത്തോ പാരാ പൊസിഷനിൽ. സോ അതുകൊണ്ടാണ് ഇലക്ട്രോഫൈൽ എവിടെ അറ്റാക്ക് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഓർത്തോ പാരാ പൊസിഷനിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് ഏത് കേസാ, പ്ലസം ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിന്റെ കേസ് മാത്രമാണ്. നേരെ തിരിച്ച് ഡിആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എടുക്കാണ്. ഡിആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് നമ്മുടെ -M കാണിക്കുന്ന ഡിആക്ടിവേറ്റിംഗ് ആയ ഗ്രൂപ്പാണ് NO2. എഗെയിൻ നമ്മൾ ഇത് എന്ത് ചെയ്യുക, റെസൊണൻസ് സ്ട്രക്ചർ വരച്ചു നോക്കാം. റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ NO2 അതിലേക്ക് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക ചെയ്യാം. ഈ റിംഗിൽ പൈ ഇലക്ട്രോൺസ് NO2ലേക്ക് പോവാണ് ചെയ്യുന്നത് അല്ലെ. ആ സമയത്ത് ഇവിടെ നോക്കിയേ, പോസിറ്റീവ് ചാർജ് വരുന്ന എവിടേക്കാ, ഇവിടെ ഉണ്ടോ ഓർത്തോ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ്, അതായത് ഇവിടെ ഓർത്തോ പൊസിഷൻ, ഇവിടെ പാരാ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ്, ഇവിടെ ഓർത്തോ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ്. അത് NO2 റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എന്താണ് പ്രശ്നം, അവിടെ ഓർത്തോ പാരാ പൊസിഷൻസിൽ വരുന്ന എന്താ പോസിറ്റീവ് ചാർജാ. അതായത് പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ഇലക്ട്രോഫൈൽ വന്നിട്ട് അവിടെ അറ്റാച്ച് ചെയ്യോ, ഇല്ല. അത് പോസിറ്റീവ് ചാർജിന്റെ അർത്ഥം എന്താ, ഈ ഓർത്തോ പാരാ സെന്റേഴ്സ് എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് ചാർജ് വരുന്നത്. സോ അവിടേക്ക് ഇലക്ട്രോൺ വന്നിട്ട് അറ്റാച്ച് ചെയ്യില്ല. ആ കേസിൽ ഇലക്ട്രോൺസ് ബെറ്റർ എവിടെയാണ്, പോസിറ്റീവ് ചാർജ് ഒന്നും ഇല്ലാത്ത പൊസിഷൻ ഏതാണ്, മെറ്റയാണ്. അപ്പൊ മെറ്റലായിരിക്കും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ വന്നിട്ട് ഇത് പറഞ്ഞ ഇലക്ട്രോഫൈൽ വന്നിട്ട് അറ്റാച്ച് എവിടെ ആയിരിക്കും, മെറ്റലായിരിക്കും. ഏത് കേസിൽ NO2 പോലത്തെ നൈട്രോബെൻസിൻ. ഇപ്പൊ നൈട്രോബെൻസിൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇലക്ട്രോഫൈൽ റിയാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു X എന്ന് പറഞ്ഞ ഗ്രൂപ്പ് X+ ഒരു ഇലക്ട്രോഫൈൽ ആണ് X വിചാരിക്കാം. അപ്പൊ ആ Xന് എന്ത് ചെയ്യണം, ഈ നൈട്രോ ഗ്രൂപ്പ് ഉള്ള അല്ലെങ്കിൽ ഈ നൈട്രോബെൻസിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും വന്നിട്ട് നിൽക്കുക, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും അത് വന്നിട്ട് അറ്റാച്ച് ചെയ്യാം. മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെയാണ് ഡിഫറൻസ്, ഇങ്ങനെ കേട്ടോ. ഇത് എന്ത് ചെയ്യാ, ഒന്ന് ഓർത്തേക്ക്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് എഴുതാന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, ഇത് നമുക്ക് എഴുതാന്നുണ്ടെങ്കിൽ എഴുതാം. അതായത് -I ഗ്രൂപ്പ് അല്ലെ, -I ഗ്രൂപ്പ് അല്ല സോറി -M അല്ല നമ്മൾ പറഞ്ഞിരിക്കണേ, ഇൻഡക്റ്റീവ് ആയിട്ട് കൺഫ്യൂഷൻ ആയി. ഓക്കെ, -M ഗ്രൂപ്പുകൾ, -M ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാ, അത് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, ഡീആക്ടിവേറ്റിംഗ് ആണ്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞ എന്താ, യെസ്, അത് ബെൻസീനെ പിന്നെ പറയാനുള്ള നമുക്ക് ലെസ് റിയാക്റ്റീവ് ആക്കും അല്ലെ. ബെൻസീനെ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ്, ബെൻസീൻ എന്താക്കും, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ലെസ് റിയാക്റ്റീവ് ആക്കും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ എഴുതാട്ടോ, മേക്ക് ബെൻസീൻ
less reactive towards electrophilic substitution. ഒന്നാമത്തെ അല്ലെങ്കിൽ make aromatic ring എന്ന് എന്ത് എഴുതാം. ഓക്കെ, aromatic ring നെ less reactive ആക്കും to electrophilic substitution. പിന്നെ അടുത്ത് എന്ത് എഴുതാം? ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രശ്നം, അതായത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഈ ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിഫറൻസ് പറയാനുള്ളത്. അപ്പൊ ഓർത്തോപാര ഡയറക്റ്റിംഗ് മനസ്സിലായി, മെറ്റാ ഡയറക്റ്റിംഗ് മനസ്സിലായി. ഓർത്തോപാര ഡയറക്റ്റിംഗ് ഏത് ഗ്രൂപ്പുകളാ? ആക്ടിവേറ്റ് എന്ത് ഗ്രൂപ്പുകളാ? പ്ലസ് എം അല്ലെ. പ്ലസ് എം ഗ്രൂപ്പ്സ് ആണ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഓർത്തോപാര ഡയറക്ടേഴ്സും ആക്ടിവേറ്റും ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇതിന് പറയേണ്ട ഒന്നും ഒരുപാട് തവണ റിപ്പീറ്റഡ് പറഞ്ഞു അല്ലെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ചോദ്യം നോക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേ? മെറ്റാ ഡയറക്റ്റും ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ ഈ മെറ്റാ ഈ ഓർത്തോ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആക്ടിവേറ്റും ഡീആക്ടിവേറ്റിംഗ് മാത്രമേ പറഞ്ഞത്. സോ അതുകൊണ്ടാണ് ഇപ്പൊ എടുത്ത് പറഞ്ഞത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെ അപ്പൊ ഏതാണ് മെറ്റാ ഡയറക്റ്റിംഗും ഡീആക്ടിവേറ്റിംഗും? എളുപ്പമാണ് അല്ലെ. ഇത് ഏതാണ്? NO2 ആണ് ആൻസർ. ഇതൊക്കെ എന്താണ്? ബാക്കിയെല്ലാം ആക്ടിവേറ്റിംഗ് അല്ലെങ്കിൽ ആക്ടിവേറ്റും ആണ്, ഓർത്തോപാര ഡയറക്റ്റും ആണ്. ഓക്കെ, സോ NO2 ആണ് ഇവിടെ എന്ത് വരുന്നത്? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് വരുന്നത്. ഈ OCH3 പറയുന്നത് ഇത് പ്ലസ് എം ഗ്രൂപ്പ് ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാന്നുണ്ടെങ്കിൽ OCH3 ൽ എങ്ങനെ ഇത് നടക്കുന്നുള്ളൂ നോക്കിക്കേ. ഈ OCH3 ഗ്രൂപ്പ് വരുമ്പോ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കില്ല, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് നമ്മൾ ബ്രോമിനേഷൻ ചെയ്യാണ്. BR2 ബ്രോമിൻ അസിറ്റിക് ആസിഡ് കേട്ടോ. ബ്രോമിൻ അസിറ്റിക് ആസിഡ് സംഭവിക്കുക എന്താ? ഈ ബ്രോമിൻ ഇതിലേക്ക് അറ്റാച്ച് ആവും അല്ലെ. അപ്പൊ എവിടെയാണ് ഇലക്ട്രോഫിൽ അറ്റാച്ച് ചെയ്യുന്നത്? എവിടെയായിരിക്കും? OCH3 എന്താണ്? ഒരു പ്ലസ് എം ഗ്രൂപ്പ് ആണ്. പ്ലസ് എം ആയതുകൊണ്ട് ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണ്. സോ നല്ല ആക്ടിവേറ്റും ആണ്. അപ്പൊ OCH3 ന്റെ ഈ BR വന്നിട്ട് ബ്രോമിൻ വന്നിട്ട് അറ്റാച്ച്ഡ് പൊസിഷൻസ് ഏതായിരിക്കും? ഒന്ന് പാരാ പൊസിഷനും പിന്നെ ഒന്ന് OCH3 ഇവിടെ ഉണ്ട്, ഏതായിരിക്കും? ഇവിടെ ഓർത്തോ പൊസിഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്ത് കിട്ടി? ഓർത്തോ ബ്രോമോ അനൈസോൾ. ഇത് അനൈസോൾ ആണല്ലേ, ഇതിന് പേരുണ്ട്, അനൈസോൾ ആണ്. അനൈസോൾ എന്ന് വിളിക്കാം കേട്ടോ. ഒരു ഈതർ ആണല്ലേ അനൈസോൾ. ഓക്കെ, ഒരു ഫിനൈൽ ആൽക്കൈൽ ഈതർ ആണ് അനൈസോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈതർ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രോഫൈൽ ആയിട്ടുള്ള ബ്രോമിൻ അറ്റാച്ച് ചെയ്യുന്ന എവിടേക്കാണ്? ഇവിടെ ഈ രണ്ട് പൊസിഷൻസിൽ, പാരയിലും ഓർത്തോയിലും. ക്ലിയർ ആയല്ലോ? അപ്പൊ അത് ഇനി പറയണ്ടല്ലോ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബെൻസീന്റെ റിയാക്ടിവിറ്റി എങ്ങനെ കൂട്ടുന്നു കുറയ്ക്കുന്നു, നമ്മുടെ പ്ലസ് എം മൈനസ് എം ഗ്രൂപ്പുകൾ, ഓർത്തോപാര ഡയറക്റ്റിംഗ്, മെറ്റാ ഡയറക്റ്റിംഗ്, ഇത്രയാണ് ഇതിൽ മെയിൻ കൺസെപ്റ്റുകൾ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് വേറെ ടോപ്പിക്കിൽ ബേസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാനുണ്ട് കേട്ടോ. അത് നമുക്ക് വേറെ എടുക്കാം. ഇതിപ്പോ ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് എന്താണ്, അതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഫക്റ്റ് എന്താണ്, അത് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തെടുക്കാം? ഹൈപ്പർ കോൺജുഗേഷൻ, ഇലക്ട്രോൺ മിറർ കൊണ്ട് എടുക്കാം. അത് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. താങ്ക് യു.